നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഒരു കാലത്തും ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. മാനവരാശിയുടെ ചരിത്രത്തിൽ അവരെന്നും പരിസ്ഥിതിയെയും പ്രകൃതിയെയും പഠിച്ചിരുന്നു, നിരീക്ഷിച്ചിരുന്നു. വനാന്തരങ്ങളിൽ താമസിച്ചിരുന്ന മനുഷ്യർ ആദ്യ കാലഘട്ടങ്ങളിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഒന്ന്, എന്തെങ്കിലും കായ്കനികൾ കഴിക്കുക, കാട്ടരുവിയിലെയും കാട്ടാറിലെയും വെള്ളം കുടിക്കുക, സുഖമായി ഉറങ്ങുക. ഇത് മൂന്ന് കാര്യം. പിന്നെ സന്താനോൽപാദനം ഉണ്ടായിരുന്നു. ഇത്ര മാത്രമേ അവർക്കുള്ളായിരുന്നു. ആകപ്പാടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സന്താനോൽപാദനം മാത്രമാണ്, മറ്റു കാര്യങ്ങളൊന്നുമില്ല. അത് മൃഗങ്ങളിൽ നിന്നൊക്കെ പഠിച്ചതായിരിക്കാം, മറ്റൊന്നുമില്ല. അപ്പോൾ അതേസമയം കാട്ടിൽ താമസിച്ചിരുന്ന മനുഷ്യർ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി തണുപ്പിൽ നിന്നും, ആ തണുപ്പ് യുഗങ്ങളിൽ തണുപ്പിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയും കൃത്യമായി ഗുഹകളിൽ കയറി ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ മരങ്ങളുടെ മുകളിൽ പൊത്തുണ്ടാക്കി അല്ലെങ്കിൽ അവിടെ ഏർമാടം ഉണ്ടാക്കിയൊക്കെയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ കാലാന്തരത്തിൽ ജനസംഖ്യ കൂടിയിരിക്കാം. ജനസംഖ്യ കൂടുമ്പോൾ സ്വാഭാവികമായി വിഭവത്തിന് ദാരിദ്ര്യം ഉണ്ടായിരിക്കാം. അങ്ങനെ അല്ലെങ്കിലും ഒരു അന്വേഷണ കൗതുകവും മനുഷ്യരിൽ ഉണ്ടായേക്കാം. അങ്ങനെ മനുഷ്യർ ആദ്യമായി സഞ്ചാരികളായി. എന്നാണോ മാനവരാശിയുടെ ചരിത്രത്തിൽ മനുഷ്യൻ സഞ്ചാരികളാകുന്നത്, അന്ന് മുതൽ അവൻ പരിസ്ഥിതിയെയും വെള്ളത്തെയും കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. അവൻ അങ്ങനെ സഞ്ചരിച്ച് കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് സഞ്ചാര പ്രക്രിയയിൽ അവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നദീതടങ്ങൾ, നദീതീരങ്ങൾ. നദീതീരങ്ങളിൽ അവർ താമസിച്ചത് കൊണ്ട് തന്നെ ഹൊയാങ് ഹോയും പിന്നെ യൂഫ്രട്ടീസും ടൈഗ്രീസും നയാഗ്രയും വോൾഗയും നമ്മുടെ സിന്ധുവും ഗംഗയും കാവേരിയും ഗോദാവരിയും എന്തിനു പറയുന്നു, കേരളത്തിലേക്ക് വരുമ്പോൾ പമ്പയും കരമനയും വളപട്ടണവും സകല പുഴകളും തോടുകളും അല്ലെങ്കിൽ ജലാശയങ്ങളും നീരൊഴുക്കുകളും സരസ്വതി നദിയും എല്ലാം മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലുകളായി മാറിയ കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്. സുരക്ഷിതമായ വെള്ളം, ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ്, വന്യമൃഗങ്ങളിൽ നിന്നുള്ള രക്ഷ നേടൽ, ഇതെല്ലാം കൂടെ കൊണ്ടാണ് നദീതീരങ്ങളിൽ മനുഷ്യർ സ്ഥിരതാവളം ആയത്. കായ്കനികൾ കഴിച്ചതിന് ശേഷം വലിച്ചെറിയുന്നത് പൊടിച്ചു വരുന്ന കണ്ടപ്പോൾ എന്തുകൊണ്ട് കൃഷിയായിക്കൂടാ എന്ന് ചിന്തിച്ചു. ഓടിപ്പോകുന്ന വെള്ളത്തെ തിരിച്ചു വിട്ടുകൊണ്ട് കൃഷിക്ക് ഉപയോഗിച്ചു. കുറച്ചുകൂടി ഉയരത്തിൽ നിന്ന് വെള്ളത്തെ ചാടിച്ചാൽ കറണ്ട് ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ അനന്ത സാധ്യതകൾ കൂടി തേടിയപ്പോൾ തൻ്റെ കൈവിരൽ തുമ്പൊന്ന് കമ്പ്യൂട്ടറിലെ കീബോർഡിൽ അമർത്തിയാൽ ഏത് വിജ്ഞാനവും വിവരവും വരും എന്നുള്ള നിലയിൽ മനുഷ്യർ സഞ്ചാരം ആരംഭിച്ചു. അങ്ങനെ സഞ്ചരിച്ചവൻ ചുറ്റുപാടും നിന്നും നീണ്ട രീതിയിലുള്ള യാത്ര ആരംഭിച്ചപ്പോൾ കാടും മേടും പുഴകളും എല്ലാം അവന് കൈവശമായി. ആകാശവും ശൂന്യാകാശവും എല്ലാം കീഴടക്കി ഓടിയപ്പോൾ ഒരു വശത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ മറുവശത്ത് ജനസംഖ്യയുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. ഒന്നിൽ നിന്ന് 1927 ആകുമ്പോൾ 100 കോടിയാകുന്നു, ഇപ്പോൾ 800 കോടിയാകുന്നു. 2050 1100 കോടിയാകും ജനങ്ങൾ. എല്ലാവർക്കും കൂടി വസിക്കുന്നതിന് ഒരേ ഒരു ഭൂമിയേ ഉള്ളൂ എന്നുള്ളതാണ് വളരെ പ്രധാനം. ആളുകൾ കൂടുന്നതിനനുസരിച്ച് കാട് വ്യാപകമായി വെട്ടുന്നു. 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ 32,000 ഘനകിലോമീറ്റർ വെള്ളത്തെ പിടിച്ചെടുത്തപ്പോൾ കാട് വ്യാപകമായി വെട്ടുന്നു. 10 സെന്റ് വയലുണ്ടെങ്കിൽ 1,64,000 ലിറ്റർ മഴവെള്ളം പിടിക്കും വയൽ, അതിനെ വെട്ടുന്നു. അപ്പോൾ വളരെ വലിയ തോതിൽ നശിപ്പിക്കുന്നു. കാടും മേടും പുഴകളും തോടുകളും തടാകങ്ങളും തണ്ണീർത്തടങ്ങളും എല്ലാം വലിയ തോതിലാണ് നശിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ ദുരന്തങ്ങൾ ഒരു വശത്ത്. മറുവശത്ത് 1700കളിൽ ജെയിംസ് വാട്ടും സംഘവുമൊക്കെ കൂടി ആവിയന്ത്രം കണ്ടുപിടിക്കുന്ന അന്ന് മുതൽ ഫോസിലുകളും കൽക്കരിയും ഒക്കെ വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങി. മോട്ടോർ വാഹനത്തിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി കാറുകളും മോട്ടോർ വാഹനങ്ങളും പെട്രോൾ ഉൽപ്പന്നങ്ങൾ ധാരാളം ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഇങ്ങോട്ട് സിമൻറ്റിൻ്റെ കണ്ടുപിടുത്തം, പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടുപിടുത്തം, പിന്നെ കണ്ടുപിടുത്തങ്ങളുടെ പരമ്പരയാണ്. ഇവയെല്ലാം കൂടി ഭൂമിക്ക് ചൂട് കൂട്ടി. അതിനെ നമ്മൾ ആഗോള താപനം എന്നൊക്കെ പറയും. ഹരിതഗ്രഹ പ്രഭാവം, സൂര്യൻ്റെ ചൂട് ഭൂമിയിൽ വന്ന് ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്താണ് അന്തരീക്ഷം സാധാരണ ചൂട് പിടിക്കുന്നത്. ആ ചൂട് പിടിക്കുന്ന സമയത്ത് അന്തരീക്ഷം ചൂട് പിടിക്കുമ്പോൾ കൃത്യമായി അന്തരീക്ഷത്തിലെ ചൂടിനെ കൂട്ടി നിർത്തുന്നതിൽ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സൗരവികിരണത്തെ, സോളാർ റേഡിയേഷനെ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോകാതെ അന്തരീക്ഷത്തിന് തടഞ്ഞു നിർത്തുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ ഫലമായി കൂടി ഭൂമിക്ക് ചൂട് കൂടുന്നു. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഭൂമിയിൽ കൂടുന്നു. കടലെടുത്തു കഴിഞ്ഞാൽ 50%-ലധികമാണ് കടലിൽ പിന്നെ പ്ലാസ്റ്റിക് പോകുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, ദുരുപയോഗം, വലിച്ചെറിയൽ, മാലിന്യ സംസ്കരണത്തിലെ അശാസ്ത്രീയത, കാട് വെട്ടുന്നത്, പുഴകൾ നശിപ്പിക്കുന്നത്, ഇതെല്ലാം കൂടി കാലാവസ്ഥയിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വിഷയം തന്നെ ക്ലൈമാറ്റ് ആക്ഷൻ എന്നാണ്, കാലാവസ്ഥാ നടപടികൾ എന്നാണ്. കാലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ജീവിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യേണ്ട ദിവസങ്ങളാണ്. മഴ മാറി നിൽക്കുന്നു. എന്നാൽ മാറി നിൽക്കുന്ന മഴ പെട്ടെന്ന് വരുന്നു. ഒരു ദിവസം തന്നെ എപ്പോൾ മഴ വരുമെന്നറിയില്ല, എവിടെ വരുമെന്നറിയില്ല, എത്ര അളവിൽ വരുമെന്നറിയില്ല. അപ്പോൾ മഴ വല്ലാതെ മാറിക്കളിക്കുന്നു. മഴയുടെ മാറ്റിക്കളിക്കലും വരൾച്ച, വല്ലാത്ത വർഷങ്ങളിലേക്ക് വരൾച്ച വരുന്നു. ഈ വർഷത്തെ കണക്ക് പറയുമ്പോൾ പസഫിക് ഓഷനിൽ എൽനിനോ പ്രതിഭാസം ഉണ്ടായതുകൊണ്ട്
ഇന്ത്യയിൽ വലിയ തോതിൽ, ലോകത്താകെ വലിയ തോതിൽ വരൾച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയെ വരൾച്ചാ വർഷമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡൈപോൾ അല്ലെങ്കിൽ ഇരട്ട ധ്രുവങ്ങൾ, 2 ധ്രുവങ്ങളിൽ സംഭവിക്കുന്ന താപവ്യത്യാസം അനുസരിച്ച് ധ്രുവം എന്നോ ഇരട്ട ധ്രുവം എന്നൊക്കെ പറയാം, വ്യത്യാസം അനുസരിച്ച് കൃത്യമായ താപവ്യതിയാനം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഒരു സ്വാധീനമുള്ളത് കൊണ്ട് നമുക്ക് അത്ര കണ്ട് മൺസൂണിന് പ്രശ്നമില്ലെങ്കിലും മൺസൂൺ അറച്ചു നിൽക്കുകയാണ്. വരുമ്പോൾ ഒന്നിച്ചു വരുന്നു. ഇത് വലിയ പ്രതിസന്ധിയാണ്. ഉരുൾപൊട്ടലുണ്ടാക്കാം, പ്രളയം സൃഷ്ടിക്കാം, വെള്ളപ്പൊക്കം ഉണ്ടാക്കാം, വെള്ളക്കെട്ടുണ്ടാക്കാം, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ വലിയ തോതിലാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ മഴ നമ്മളോട് തത്തിക്കളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മഴ നമുക്ക് ശല്യമല്ല, അതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ട് ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് മഴയെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല, വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായി നടക്കണം. ഒരു ഹരിത ചിന്തയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, പൊതുഗതാഗതത്തെക്കുറിച്ച് ചിന്തിക്കണം, വീടും നാടുമെല്ലാം പരിസ്ഥിതി സൗഹൃദമാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം, ഹരിത ഇടങ്ങൾ നമുക്ക് സൃഷ്ടിക്കണം, ധാരാളം പച്ചപ്പിനിയും കൂട്ടേണ്ടതുണ്ട്. ഉള്ള പച്ചപ്പ് എടുത്തോളൂ, പക്ഷെ വീണ്ടും കൂട്ടണം, ധാരാളം പച്ചപ്പ് കൂട്ടണം. നമ്മുടെ കെട്ടിട നിർമ്മാണ രീതികളിൽ മാറ്റം വരണം. നമ്മുടെ പിന്നെ അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിൽ ഹരിത വീതി വരേണ്ട, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനൊരു വ്യക്തി എന്നുള്ള നിലയിൽ തുടങ്ങി ഒരു കുടുംബം എന്നുള്ള നിലയിലേക്ക് മാറി ഒരു സമൂഹം എന്ന നിലയിലേക്ക് വളരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തു വരുന്ന ഒരു സമൂഹത്തിന് മാത്രമാണ് കൃത്യമായി ഇതെല്ലാം പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാരിസ്ഥിതിക സൗഹൃദമായ ഒരു ആനന്ദ കേരളമാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമാണ് നമ്മുടെ കണക്കുകളും കാര്യങ്ങളുമൊക്കെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ശുദ്ധവായു കൂടുതൽ കിട്ടണം, അതിന് മരങ്ങളും സൗകര്യങ്ങളും ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞ മാലിന്യ സംസ്കരണം ഉൾപ്പെടെ കൃത്യമായി നടക്കണം. രണ്ടാമത് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം കിട്ടണം. ജലമലിനീകരണവും ജലത്തിൻ്റെ കുറവും ലോകമായി അനുഭവിക്കുന്നൊരു വിഷയമാണ്. 200 കോടി ആളുകളാണ് ഞാൻ ഈ സംസാരിക്കുമ്പോൾ കുടിവെള്ളം ലോകത്തില്ലാത്തത്. അതുപോലെ ഒരു 300-400 കോടി ആളുകൾക്കെങ്കിലും സാനിറ്റേഷൻ സൗകര്യങ്ങളില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കണം. അപ്പോൾ ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, നല്ല ഭക്ഷണം, ശുദ്ധമായ പരിസ്ഥിതി, ഇതെല്ലാം വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ എല്ലാ സമസ്ത ജനവിഭാഗങ്ങളും കൂടി ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള മഴയെ വരവേൽക്കുന്ന പരിപാടികൾ ചെയ്യണം. ഈ മഴവെള്ളമാണ് അടുത്ത വരുന്ന വേനലിൽ നമുക്ക് കുടിവെള്ളമായി നമ്മുടെ മണ്ണിലും ഭൂമിയിലും കിണറിലും തോടിലും ആറ്റിലും ഒക്കെ നിൽക്കേണ്ടത്. അപ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഓടിപ്പോകുന്ന വെള്ളത്തെ നടത്തുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കണം, നടന്നു പോകുന്നതിനെ നിർത്തുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കണം, നിൽക്കുന്നതിനെ ഇരുത്തുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇരിക്കുന്നവനെ കിടത്തുന്നത് എങ്ങനെ, ഇങ്ങനെ അതെല്ലാം ജലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സോളാർ, നമുക്ക് ഏറ്റവും കൂടുതൽ സോളാർ കിട്ടുന്നൊരു ഭൂപ്രദേശമാണ് കേരളം. അപ്പോൾ സോളാർ എനർജിയെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? കാറ്റ് നമുക്ക് നന്നായിട്ടുണ്ട്, കാറ്റിൽ നിന്ന് എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാം? നമുക്ക് കടൽ നമ്മുടെ അടുത്തുണ്ട്, കടലിൽ നിന്ന് നമുക്ക് വൈദ്യുതി എങ്ങനെ ഉണ്ടാക്കാം? കടൽ വെള്ളം എങ്ങനെ ശുദ്ധീകരിച്ച് ആളുകൾക്ക് ഉപയോഗിക്കാം? മഴവെള്ളം എങ്ങനെ കൃത്യമായി ജനങ്ങൾക്ക് കൊടുക്കാം? 1000 ചതുരശ്രടി വിസ്തീർണമുള്ള പുരപ്പുറത്ത് 3 ലക്ഷം മുതൽ 5 ലക്ഷം ലിറ്റർ വരെ മഴ പെയ്തൊഴിയും. ഇതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? അപ്പോൾ അങ്ങനെ പ്രകൃതിയുടെ ഹരിത ഊർജ്ജങ്ങളായിട്ടുള്ള സൂര്യനെയും മഴയെയും വെള്ളത്തെയും മാലിന്യത്തെയും എല്ലാം, കാറ്റിനെയും വൈദ്യുതി തിരമാലയെല്ലാം പ്രയോജനപ്പെടുത്തുന്ന ഒരു ഹരിത ചിന്തയിലേക്ക് മാനവരാശി പോകണം. കേരളത്തിനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അങ്ങനെ ചെയ്യാൻ മനുഷ്യർ ഉണർന്ന് പ്രവർത്തിക്കട്ടെ. ഈ പരിസ്ഥിതി ദിനത്തിൽ ലോകമാകെ ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനം വന്ന് ലോകമാകെ ഈ പരിസ്ഥിതി ദിനാചരണം നടത്തുന്നുണ്ട്. 1974 തുടങ്ങിയത്. 72 ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൽ വെച്ച്, സ്വീഡനിൽ ചേർന്ന സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. 74 മുതൽ ആചരിച്ചു വരുന്നു. ഈ വർഷത്തെ വിഷയം ക്ലൈമറ്റ് ആക്ഷനാണ്. അപ്പോൾ എല്ലാവരും ഈ പരിസ്ഥിതി ദിനാചരണത്തിൽ പുതിയ പ്രതിജ്ഞകൾ എടുക്കുക, കർമ്മ പരിപാടികളിൽ ഏർപ്പെടുക. എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ.